സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. പഴയന്നൂർ പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനെതിരെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സ് യൂണിയൻ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനെതിരെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പഴയന്നൂർ ടൗണിൽ നിന്നും നിരവധി പേർ പങ്കെടുത്ത പ്രകടനമായാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NREGW പഴയന്നൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KS സുധീഷ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഈ സമരം എന്താണ്, നമ്മുടെ സമരത്തിന്റെ പ്രധാന കാരണമെന്ന് നമ്മളവിടെ കൂടിയിട്ടുള്ള എല്ലാ തൊഴിലാളികൾക്കും അറിയാവുന്നതാണ്. നമ്മളോട് തൊഴിലാളികൾ പറയുകയാണ്, എന്നാണ് ഈ നശിച്ച പഞ്ചായത്തിലേക്ക് ഒരു സമരം നിങ്ങൾ വെക്കുന്നത്, ഞങ്ങൾക്ക് പണിയില്ല, പണിത കൂലിയില്ല എന്നെല്ലാം പറഞ്ഞ് തൊഴിലാളികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനല്ലാതെ വേറെ ഏതൊരു പ്രസ്ഥാനത്തിനാണ് സാധിക്കുക? ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷക്കാലമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് KM അസീസ്, ഏരിയ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ, CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, കൂടാതെ CPIM ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP ശ്രീജയൻ, ജിജോൺ, സുലൈമാൻ, ഷക്കീർ, NREG വർക്കേഴ്സ് യൂണിയൻ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രാധിക തുടങ്ങിയവർ സംസാരിച്ചു. മിനി കോംപ്ലക്സ്, പഴയന്നൂർ ടൗണിലെ കോംപ്ലക്സ്, എക്സൈസ് ഓഫീസ്, KSCB ഓഫീസ്, ചീരക്കുഴിയിലെ IHRD കോളേജ്, കൂടാതെ കയറട്ടെ, ഇനി കുറെ വരാനുണ്ട്. വ്യവസായ പാർക്ക്, ഇതിന്റെയൊക്കെ വരുമാനമാണ് താങ്കൾ പ്രസംഗിച്ച കോടിക്കണക്കിന് കൊടുത്ത ബാലൻസ്. താങ്കൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്തു നാളെ പത്രക്കാരെ വിളിച്ച് പറയൂ, ഞങ്ങൾ വന്നിട്ട് കൊണ്ടുവന്നാണ് ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറയാൻ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടോ? ഇല്ല. അദ്ദേഹം AC-യിലായിരിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളിവിടെ വേലിട്ടായിരിക്കണം. മനസ്സിലായോ? അപ്പൊ അത്രയുണ്ട് ആളുടെ ഉത്തരവാദിത്വം. ഇവിടെ ഇത്രയും ഫണ്ട് പണി ഉണ്ടെന്ന് പറയുന്നുണ്ട്. 10-32 കുളങ്ങൾ കുളിക്കാൻ പറ്റാതെ കിടക്കുക. അതിന് ചട്ടിമാരിക്കൂടെ എത്രയോ ചാലുകൾ കെട്ടിക്കിടക്കുക. അതുകൂടെ ഈ പണം, നമ്മളെ നികുതി പണം ഇവിടെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് എന്റെ അക്കൗണ്ടിലുണ്ടെന്ന് പറയാൻ ഒരു പ്രസിഡന്റ് വേണോ? ഈ പണം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള, ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി കൊടുത്തുള്ള പണം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് വരുന്ന ഭരണസമിതി കൈകാര്യം ചെയ്തോട്ടെ. അത് ഇയാൾ പറയണ്ട. CCV ന്യൂസ് പഴയന്നൂർ.